ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിന് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പം ഞാൻ ക്രിസ്മസിന് മേടിച്ച കുറച്ച് ഉടുപ്പുകളാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഈ ഉടുപ്പാണ്. ഈ ഉടുപ്പ് ഞാൻ മേടിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിന് മുന്നേ ഞാൻ മീഷോയിൽ നിന്ന് ഒരു ഉടുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു 400-ൻ്റെ. അത് വളരെ സാഡായിരുന്നു. അപ്പോൾ അതിൻ്റെ സങ്കടത്തിൽ ഞാനിങ്ങനെ മീഷോ എന്ന ആപ്പിലൂടെ കയറി നോക്കിയപ്പോഴാണ് ഈ ഡ്രസ്സ് കണ്ടത്. ഈ ഡ്രസ്സിൻ്റെ വില എന്ന് പറയുന്നത് വെറും 260 റുപ്പീസാണ്. അപ്പോൾ 260 റുപ്പീസിൻ്റെ ഉടുപ്പ് എൻ്റെ പിക്ചർ കണ്ടു കഴിഞ്ഞപ്പോൾ അത് യൂണിക്കോണിൻ്റെ പടമൊക്കെ കണ്ടു. ഇത്രയും വില കുറഞ്ഞൊരു ഡ്രസ്സ് കിട്ടുമോ എന്ന് ഒന്ന് കൺഫേം ചെയ്തേക്കാമെന്ന് കരുതി ഞാൻ ഓർഡർ കൊടുത്തു. അപ്പോൾ ഓൺലൈനായിട്ട് ഞാൻ പേയ്മെൻറ്റ് അടച്ചിരുന്നു. അപ്പോൾ അവരിത് കറക്റ്റായിട്ട് എനിക്ക് ഡെലിവറി ആക്കുകയും ചെയ്തു. 3 ഡ്രസ്സാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ 3 260 റുപ്പീസാണ് ഞാൻ കൊടുത്തത്. ടോട്ടൽ എത്രയാണ് നിങ്ങൾ കൂട്ടി നോക്കുക. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഞാൻ മേടിച്ച സെല്ലർ 260-ക്കാണ് ഒരു 7 to 8 ഇയേഴ്സിനൊക്കെ സെല്ല് ചെയ്യുന്നത്. അതുപോലെ 4.5-ന് 245 ഒക്കെ വരും. പക്ഷേ ഒരു 2 to 3 ഇയേഴ്സിനൊക്കെ അവർ സെല്ല് ചെയ്യുന്ന 200 റുപ്പീസിനാണ്. അതുപോലെ തന്നെ വേറൊരു സെല്ലർ ഇതേ സെയിം ഡ്രസ്സ് തന്നെ വളരെ റേറ്റ് കുറച്ച് 200-ന് സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ മീഷോ എന്ന ആപ്പിൽ കയറിയിട്ട് ഈ ഉടുപ്പിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അതുമല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ ഉടുപ്പിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ കുട്ടികൾക്ക് വീട്ടിൽ കൊണ്ട് ഇടാം, ട്യൂഷനൊക്കെ പോകുമ്പോൾ ഇടാം എന്നുള്ള ഉദ്ദേശത്തിൽ വേണ്ടി മേടിച്ചതാണ്. പക്ഷെ ഡ്രസ്സ് വന്നു കഴിഞ്ഞപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണത്. അപ്പോൾ ഇത് 3 പാക്കറ്റിലുള്ളത് സെയിം ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ചെയ്യാത്തത്. അപ്പോൾ 2 ഞാൻ ഇപ്പോൾ നിങ്ങളെ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കഴുത്ത് വരുന്നത് ഇങ്ങനെ കയറ്റിയിടുന്ന ടൈപ്പാണ്. അതുപോലെ ഹാൻഡ് വരുന്നത് ഇങ്ങനെ പഫ് മോഡലാണ് കേട്ടോ. അപ്പോൾ ഒരു സ്ലീവ്ലെസ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡോറിയുണ്ട്. ഡോറി എന്ന് പറഞ്ഞാൽ കെട്ടുന്ന വള്ളിയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അതിനടിഭാഗം ഭയങ്കര മിനുസാണ് കേട്ടോ. അത് യൂണിക്കോണിൻ്റെ പടമൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് കംഫർട്ടബിളാണ്. അപ്പോൾ ഇതാണ് ഞാൻ അതിന് മുന്നേ മേടിച്ച പാൻറ്റ് ഷർട്ടും. ഇത് ഒരെണ്ണം 380 റുപ്പീസ്, അറൗണ്ട് 400 വെച്ച് വന്നു. അപ്പോൾ 3 1200-ആണ്. കുഞ്ഞൂസ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞൂസിനും കുഞ്ഞായിക്ക് അടിപൊളിയായിട്ടുണ്ട്. കുഞ്ഞായിക്ക് ചെറിയ പനിയാണ്, അതാണ് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്. അല്ല അവളാണ് വീഡിയോ എടുക്കുമ്പോൾ ആക്റ്റീവ്. അപ്പം ആ ചൂട്ടിന് ശകലം വലുതായിരുന്നു. അപ്പോൾ ഈ സൈഡിൽ ചെറുതായിട്ട് കാണിച്ച പിക്ചറിൽ കാണുന്നതാണ് ആ ഉടുപ്പ്. അപ്പോൾ ഈ ഉടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചത് നെയ്റ്റിക്കിടാൻ വേണ്ടി മേടിച്ചതെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വില കുറഞ്ഞ ഒരു ഡ്രസ്സും കൂടി ഓർഡർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഈ സൈഡിൽ കാണുന്ന പിക്ചറിൽ കാണുന്ന ഉടുപ്പാണ് ഇവരിട്ടേക്കുന്നത് നല്ലതാണെന്ന് പറയുക. കുഞ്ഞാക്കുട്ടിയുടെ കയ്യിലിരിക്കുന്നത് അവൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ക്രിസ്മസ് കാർഡാണ് കേട്ടോ. കുത്തിയിരുന്ന് വരയ്ക്കുന്നുണ്ട്. കുഞ്ഞൂസ് ഒന്നും മൈൻഡ് ചെയ്യാതെ ഇരുന്നുകൊണ്ട് മിഠായി തിന്നുമാണ്. അവളും വരച്ച് കഴിഞ്ഞു. എനിക്ക് വേണ്ടിയിട്ട് കാർഡൊക്കെ ഉണ്ടാക്കിയിട്ട് പൊന്നിച്ചെന്നാണ് എഴുതിയേക്കണത്. എനിക്ക് വേറെ കാർഡ് അവൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആച്ചൂട്ടൻ കാർഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ കളിയാണ്. അപ്പോൾ അതിനകത്ത് അനവധ്യാന്ന് ഞാൻ എഴുതി കൊടുത്തു. അമ്മ എന്ന് അവൾ ഞാൻ എഴുതിയത്. മഹിമ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവളുടെ കൂട്ടുകാരിയാണ് മഹിമയ്ക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റുകളിൽ 2ാമത്തെ ഗിഫ്റ്റാണ് കേട്ടോ ഈ ക്രിസ്മസ് കാർഡ്. ആദ്യത്തെ ഗിഫ്റ്റ് അവരെനിക്ക് കിടഞ്ചോയിന്നൊരു കുഞ്ഞ് പാവനെ ഗിഫ്റ്റ് തന്നു, അതാണ്. അപ്പോൾ അമ്മ എന്ന് എഴുതിയിട്ട് നല്ല സൂപ്പറായിട്ട് അവർ കാർഡൊക്കെ തയ്യാറാക്കി എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ജോക്കറിൻ്റെ പടം കാണുന്ന ക്രിസ്മസ് പാപ്പായനെ അവൾ നോക്കി വരച്ചാണ് കേട്ടോ കുഞ്ഞൂസ്. അപ്പോൾ അതിൻ്റെ അകത്ത് ക്രിസ്മസ് ട്രീയുടെ പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. മൊത്തം വെട്ടിക്കുത്താണ്, എങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി കാർഡ്. കാരണം ഇവൾ അതിനകത്ത് ആദ്യം പൊന്നിച്ചേച്ചിന്ന് എഴുതിയിരുന്നത്, പിന്നെ അത് വെട്ടിക്കുത്തി അമ്മ എന്നാക്കിയതാണ്. പിന്നെ മീര എന്നൊക്കെ അവൾ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാർഡ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടുണ്ട്. അമ്മ എന്നൊക്കെ അവൾ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഫ്രണ്ടിൽ വരച്ചിരിക്കുന്നത് ജോക്കറല്ല, ക്രിസ്മസ് അപ്പൂപ്പനാണ് കേട്ടോ.
അപ്പോൾ ക്രിസ്മസ് ആയിട്ട് ഞാനൊരു ചെറിയ ക്വാർട്ടർ അൽഫാമൊക്കെ മേടിച്ചു. പിള്ളേർ കഴിക്കുന്നുണ്ട്. മയണൈസ് മുക്കി തിന്നാനൊക്കെ കുഞ്ഞൂസ് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ കുഞ്ഞാക്ക് മയണൈസ് കൊടുക്കാറില്ല. മയണൈസ് ഹെൽത്തി അല്ല. കുഞ്ഞൂസ് ഇത്തിരിയൊക്കെ എടുത്ത് കഴിക്കും. ആ ചൂട്ടിന് ഞാൻ കൊടുക്കാറില്ല. കുഞ്ഞൂസിന് മയണൈസ് ഇഷ്ടമായതുകൊണ്ട് അവൾ ഇച്ചിരിയൊക്കെ കഴിക്കും. അപ്പോൾ ഞാൻ ക്രിസ്മസ് പാപ്പയുടെ മുഖം മൂടി അതോടൊപ്പം തന്നെ ഒരു പിള്ളേർക്ക് ഒരു ഉണ്ണിയേശുവിനെ മേടിച്ചുകൊണ്ടാണ് പോയത്. ഇത് പച്ച കളർ മേടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഇത് ലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഇരുട്ടത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കത്തുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനത് മേടിച്ചത്. പക്ഷേ ഇത് കത്തിയില്ല ഗൈസ്. അത് കാരണം കൊണ്ട് പിള്ളേർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാനൊരു വെള്ളയും കൂടെ മേടിച്ചു. അത് ഞാൻ എൻ്റെ വാർഡിൽ കൊണ്ടുപോയി വെച്ചേക്കുവാണ്. അപ്പോൾ കുറച്ച് നേരം ഡാൻസ് കളിച്ചപ്പോഴത്തേനും എനിക്ക് ദാഹിച്ചു. അപ്പോൾ കുഞ്ഞായി എനിക്ക് വെള്ളം കൊണ്ട് തന്നെ ഉണ്ട്. ഞാനത് കുമാന്ന് കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിള്ളേരുടെ കൂടെ കുറച്ച് നേരം കൂടെ കളിച്ച് അപ്പത്തേനും ഞാൻ മടുത്തു. എന്തായിട്ട് ഉണ്ണീഷിനെ കിടത്താനായിട്ടൊരു കുഞ്ഞ് വീടുണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ചോക്കോ പൈ മേടിച്ച ഒരു പെട്ടി എടുത്തിട്ട് കട്ട് ചെയ്ത് കമത്തി വെച്ചു. അതിൻ്റെ മുകളിൽ ഗ്രീൻ കളറിലുള്ള ഒരു ലെങ്ത്തിലുള്ള ഡെക്കറേഷൻ എടുത്ത് മടക്കി മടക്കി അങ്ങ് ഇട്ടു. അപ്പോൾ ഒരു കുഞ്ഞു കൂടാരം പോലെ ആയിട്ടുണ്ട്. ഇനി അതിനകത്ത് ഉണ്ണീഷിനെ കിടത്തുകയാണ് ചെയ്തത്. അത്രയ്ക്ക് ഭംഗിയൊന്നും ആയിട്ടില്ല. കൂട്ടുകാരെ, ഇതിന് മുമ്പത്തെയൊക്കെ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഞങ്ങളുടെ പഴയ ചാനലായ ആജൂസ് ഫുഡ് ഹെൽത്ത് ആൻഡ് ഫാഷൻ ഒന്ന് കയറി നോക്കുക. എന്നിട്ട് അതും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.